ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു അബ്യൂസിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ മേ ബി അത് കുറച്ച് കാലം മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു അബ്യൂസ് ആണ്, അല്ലെങ്കിൽ ആ കുട്ടി ചൈൽഡ്ഹുഡിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ പല ആളുകളും കമന്റ് ബോക്സിൽ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ഇത്രയും നാൾ കഴിഞ്ഞപ്പോഴാണോ അതൊരു അബ്യൂസ് ആണെന്ന് നിനക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഇത്രയും നാൾ കഴിഞ്ഞപ്പോഴാണോ ഇത് പുറത്ത് പറയാനുള്ള ഒരു ഇത് നിനക്ക് ഉണ്ടായത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ഇതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളും ഉണ്ട്. അതൊന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് കോമൺ ആയിട്ടുള്ള കമന്റുകൾ ഞാൻ കണ്ടതുകൊണ്ടാണ് ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്, എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട് അവൾക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവൾക്ക് നേരെ നടന്നിട്ടുള്ള ഒരു അബ്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മോശമായ അനുഭവത്തെ കുറിച്ച് തുറന്നു പറയാൻ പേടിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തുറന്നു പറയാൻ അവൾ വിചാരിക്കുമ്പോൾ അതിൽ നിന്നും അവളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫിയർ ഓഫ് ബീങ് ജഡ്ജ്ഡ്. അതായത് സ്ത്രീകൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ പല കാര്യങ്ങളിൽ കണ്ടീഷനിങ് ചെയ്തിട്ടാണ് വളർന്നിട്ടുള്ളത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പെൺകുട്ടിയെ വേറൊരാള് അബ്യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പെൺകുട്ടി അത് തുറന്നു പറയുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റി ആ പെൺകുട്ടിയെ ഒരു മോശപ്പെട്ടവളായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ വേറൊരു കണ്ണിലൂടെയാണ് കാണുന്നത്. കാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ചെറിയ വിഭാഗം ആളുകളിൽ മാത്രം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളിടത്തൊക്കെ ഇപ്പോഴും സ്റ്റിൽ സെയിം തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ടാൽ ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ കുടുംബത്തിനും അത് കാരണം കൊണ്ട്, അതായത് വേറൊരാൾ ആ കുട്ടിയെ അബ്യൂസ് ചെയ്തത് കൊണ്ട് ഒരു മാനക്കേടാണ് എന്ന് വിശ്വസിക്കുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലെ പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് അവർക്കുണ്ടായ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് തുറന്നു പറയാൻ മടിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഈവൻ നമ്മുടെ വീട്ടിൽ പോലും പാരൻസ്, അതായത് അമ്മമാരൊക്കെ നമ്മളോട് പറയുന്നത് എന്താണ്, ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ ഒരു കുട്ടിക്ക് മേ ബി അത് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത് അവളുടെ അമ്മയുടെ അടുത്തായിരിക്കും. അപ്പൊ ഇതുപോലെ നമ്മൾ ഉമ്മാന്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോയിട്ടൊക്കെ ഈ കാര്യം തുറന്നു പറയുന്ന സമയത്ത് അമ്മമാരാണ് പെൺകുട്ടികളെ ആദ്യം വിലക്കുന്നത്. ഇത് നീ പുറത്തു പറയാൻ പാടില്ല, നാട്ടുകാരറിഞ്ഞാൽ ഇത് നമുക്ക് മോശമാണ്, നിനക്ക് ഈ കാരണം കൊണ്ട് നല്ല കല്യാണാലോചനകൾ വരില്ല. ഈ രീതിയിലുള്ള പല പല കാരണങ്ങളാണ് പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള അനുഭവം പുറത്തു പറയാൻ വേണ്ടിയിട്ട് അവർ ധൈര്യം കാണിക്കുമ്പോൾ ആ ഒരു ധൈര്യത്തിനെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ അവർക്ക് നേരെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, ശരിക്കും ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു അബ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് വിക്റ്റിം ആണോ അവിടെ ഒരു കുറ്റക്കാരൻ, അല്ലെങ്കിൽ വിക്റ്റിം ആണോ അവിടെ ഒരു കുറ്റക്കാരി? ഇതിപ്പോ പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ചെറിയ ആൺകുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ചുറ്റും തന്നെ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് അബ്യൂസ് നേരിടേണ്ടി വരുന്ന ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണോ ശരിക്കും പറഞ്ഞ തല കുനിച്ച് നടക്കേണ്ടത്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നിൽ അപമാനിതരായി നിൽക്കേണ്ടത്? ശരിക്കും ആ ഒരു പ്രവൃത്തി ചെയ്ത അല്ലെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്ത ആളല്ലേ അപമാനിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ അയാളല്ലേ തല കുനിക്കേണ്ടത്? ഈ വിക്റ്റിം ആയിട്ടുള്ള ആളുകൾ എന്തിനാണ് വെറുതെ നമ്മൾ ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മടിക്കണം, അല്ലെങ്കിൽ നമ്മളെ സമൂഹം അങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ബോധേഡാവേണ്ട ആവശ്യം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഈ രീതിയിലാണ് കാര്യങ്ങളെ പ്രസന്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമ്മളെ ഈ ഒരു ലോകം, നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു ലോകം നമ്മൾ ഉറ്റുനോക്കുന്നത്. ഈ ഒരു മോശപ്പെട്ടവൾ അല്ലെങ്കിൽ മോശപ്പെട്ടവൻ, ഈ അബ്യൂസ് ചെയ്യപ്പെട്ടവൾ എന്തോ അഴുക്കാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. പല ഫാമിലീസിലും ഇതുപോലെ പെൺകുട്ടികൾക്ക് അബ്യൂസ് നേരിടേണ്ടി വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിന്റെ പേരിൽ ഈ പാരൻസ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇത്തരത്തില് ഇങ്ങനൊരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി അടിച്ചു അല്ലെങ്കിൽ തല്ലി എന്ന് വിചാരിക്കുക. അപ്പൊ ആ തല്ല് കൊണ്ട ആൾ എന്തിനാണ് അവിടെ മടിക്കുന്നത്? ഇയാൾ ഇവിടെ ഒരു വിക്റ്റിമാണ്, ഈ തല്ലിയ ആളാണ് അവിടെ പ്രതി. അപ്പൊ ഈ ഒരു കാര്യം പോലെ തന്നെയാണ് ഈ അബ്യൂസ് എന്ന് പറയുന്നതും ഒരു തെറ്റാണ്. അവിടെ തെറ്റ് ചെയ്യുന്ന ആളെ
ഊഷിക്കുന്നതിന്റെ പകരം പല ആളുകളും ചെയ്യുന്നത് വിക്ടിംസിനെ ആ ഒരു തെറ്റ് പുറത്ത് പറയാത്ത രീതിയിൽ അല്ലെങ്കിൽ പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ട് ചിത്രീകരിച്ച് ഒതുക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റി എൻകറേജ് ചെയ്യുന്ന കാലം അത്രയും നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന മോശമായിട്ടുള്ള വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തില് അബ്യൂസ് ചെയ്യുന്നവര് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇതിന് ഇരയാവുന്ന ആളുകൾ ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ അത് നമുക്ക് ഒരു മാനക്കേടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിത് പുറത്തു പറയാതെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? അവർക്കുണ്ടായ ബുദ്ധിമുട്ട് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു കാര്യം, നമ്മൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള അബ്യൂസുകളാണ് പല ആളുകളും ഇപ്പൊ കുറച്ച് വലുതായതിനു ശേഷം വന്ന് തുറന്നു പറയുന്നത്. അപ്പൊ പല ആളുകളും ഈ രീതിയിൽ പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ആ ഒരു അബ്യൂസ് നേരിടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് പറയാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് ഒരാളിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടാവുമ്പോൾ അതൊരു സംതിങ് ബാഡ് ആണെന്ന് നമുക്ക് ആ ഒരു ടൈമിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും എല്ലാവർക്കും സാധിക്കും എന്നല്ല പറയുന്നത്. അങ്ങനെ ചില ആളുകൾക്ക് എന്തോ ഒരു ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് നമുക്ക് തോന്നും, നമ്മൾ അൺകംഫർട്ടബിൾ ആവും. പക്ഷെ എങ്കിൽ പോലും എന്താണ് അവിടെ നടന്നത് എന്ന് തിരിച്ചറിയാനുള്ള ബോധമൊന്നും മേ ബി നമുക്ക് ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ ആ ഒരു അനുഭവം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും, കാരണം നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണല്ലോ. പക്ഷെ നമ്മൾ വളർന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു അബ്യൂസ് ആയിരുന്നു, അല്ലെങ്കിൽ അയാൾ എന്നെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ കാര്യം അവർ വന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഇത് ഒന്നാമത്തെ വശമാണ്. ഇനി ഇതിന്റെ ഒരു രണ്ടാമത്തെ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പൊ ഒരു ടീനേജിന്റെ ബിഗിനിങ്ങിലൊക്കെ ഉള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു അബ്യൂസ് ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇതിനി എനിക്ക് തോന്നുന്നതാണോ, അല്ലെങ്കിൽ അയാള് നോർമൽ ആയിട്ടായിരിക്കും മേ ബി എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതാണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മള് കുട്ടികൾക്ക് അറിയില്ല, ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ക്ലാരിറ്റിയാണ്. ഒരാൾ നമ്മളെ ടച്ച് ചെയ്തു, അത് ബാഡ് ആയിട്ടുള്ള ടച്ച് ആണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്. കാരണം നമ്മൾ ഒരാൾ ടച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോൾ നമുക്ക് അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാവുന്നു അപ്പൊ അതൊരു ബാഡ് ടച്ച് ആണ്. അപ്പോൾ ഈ രീതിയിൽ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും അവരെ അതിന് സപ്പോർട്ട് ചെയ്യുകയുമാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളുടെ ഈ ഒരു തലമുറ വരെ ഒക്കെ ഇങ്ങനെ പോയി, ഇനി വരാൻ പോകുന്ന തലമുറയിലെങ്കിലും ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പ്രായം മുതലേ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ അപ്പപ്പോൾ തുറന്നു പറയാനുള്ള ആ ഒരു ഫ്രീഡവും സ്പേസും ഉണ്ടാക്കി കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ മേ ബി വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീണ്ടും ഒരു പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.